ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രോപോലിത്ത അന്തരിച്ച മാർ അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാര ചടങ്ങുകൾ സഭാ ആസ്ഥാനമായ തിരുവല്ലയിൽ നടക്കും. ഇന്ന് വൈകിട്ട് ചേരുന്ന സഭാ സിനഡിന് ശേഷം സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് സഭാ വക്താവ് സിജോ പന്തമ്പള്ളിൽ പറഞ്ഞു. ബിഷപ്പ്മാരെ ട്രാവൽ ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് രണ്ട് പേർ ഓൾറെഡി എത്തി. ബാക്കിയുള്ള സീനിയർ ബിഷപ്പ്സ്മാരെല്ലാം ഇന്ന് വൈകിട്ട് ഒരു 7:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള തിരുമേനിമാരെ വെച്ചുകൊണ്ടുള്ള ഇമ്മീഡിയറ്റ് പരിശുദ്ധ സിനഡ് കൗൺസിൽ ചേരുന്നതായിരിക്കും. അതിനുശേഷമാണ് ഇതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവാം. തിരുമേനി ജനിച്ചതും വളർന്നതും എല്ലാം തിരുവല്ലയിലാണ്. ഇവിടുന്ന് കുറച്ച് മാറി നിരണമെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണല്ലോ തിരുമേനി ജനിച്ചുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ. അപ്പം തിരുമേനിയുടെ മനസ്സും ശരീരവും ചിന്തകളും എപ്പോഴും കേരളത്തിനോടും പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹത്തോടും ചേർന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം നിർബന്ധമുണ്ട്. ആയതുകൊണ്ട് തന്നെ തിരുമേനിയെ ഇവിടെ തന്നെ മറ്റ് ശുശ്രൂഷകളും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. സുജു ചേരുന്നു. സുജു, എപ്പോഴാണ് മൃതദേഹം എത്തിക്കുക? എന്താണ് സംസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ? ഷമി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അമേരിക്കയിലാണുള്ളത്. നമുക്കറിയാം, അപകട മരണത്തെ തുടർന്നാണ് അത്തനേഷ്യസ് യോഹാൻ പ്രഥമ മെത്രോപ്പൊലിത്ത അന്തരിക്കുന്നത്. അതിനാൽ തന്നെ അവിടുന്ന് ഭൗതിക ശരീരം ഇന്ത്യയിൽ എത്തിക്കെങ്കിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ സർക്കാരുകൾ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സഭാ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി അതെത്തുന്ന ഒരു കാര്യത്തിലേക്ക് ആ തീയതിയും അല്ലെങ്കിൽ സമയം കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കാൻ സാധ്യമല്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സഭ അറിയിച്ചിരിക്കുന്നത് തിരുവല്ലയിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ സഭാസ്ഥാനമായ കുറ്റപ്പള്ളി തിരുവല്ലയിലെ സഭാസ്ഥാനത്താണുള്ളത്. ഇവിടെ വെച്ച് തന്നെയായിരിക്കും അന്ത്യകർമ്മ ശുശ്രൂഷകൾ നടക്കുക എന്നാണ് സഭാ വക്താവായിരിക്കുന്ന ഫാദർ സിജോ പന്തപ്പള്ളിയിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് തിരുമേനിയുടെ ആഗ്രഹവും ഈ സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കണം തൻ്റെ അന്ത്യവിശ്രമം കൊള്ളുക എന്ന. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് തിരുമേനി ഏറ്റവും ഒടുവിൽ അമേരിക്കയിലേക്ക് പോകുമ്പോൾ മുൻപ് എത്തിയപ്പോഴും ഈ കാര്യങ്ങൾ സിജോ അച്ഛനോട് ഉൾപ്പെടെയുള്ളവരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു വളരെ അസാധാരണമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് തിരുമേനി അമേരിക്കയിലേക്ക് പോയതെന്നും യാദൃശ്ചികമായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് സഭയുടെ സിനഡ് ചേരുന്നുണ്ട്. വൈകിട്ട് 8 മണിയോടെയാണ് സിനഡ് ആരംഭിക്കുക. ഏതാണ്ട് 50ഓളം ബിഷപ്പുമാർ സഭയ്ക്കുണ്ട്. ഇവരെല്ലാം തന്നെ സഭാസ്ഥാനത്ത് എത്തിച്ചേരുകയും വൈകിട്ട് നടക്കുന്ന സിനഡിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകളെ പറ്റി ഒരു വ്യക്തത വരുത്തുകയുള്ളൂ. ബിഷപ്പ് കെ പി യോഹന്നാൻ്റെ ബന്ധുമിത്രങ്ങളോടൊക്കെ തന്നെ ബന്ധുക്കളോടും സഭയുടെ ബിഷപ്പിൻ്റെ കുടുംബാംഗങ്ങളോട് ആലോചിച്ച ശേഷമായിരിക്കും ഒരു സമയവും ക്രമവും ഒക്കെ തീരുമാനിക്കുക. ഷമി, സുജു ആണ് വിവരങ്ങൾ നൽകിയത്.